നിയുക്ത കെപിസിസി ഭാരവാഹികൾ ഇന്ന് ഡൽഹിക്ക് യാത്ര തിരിക്കും. പുനഃസംഘടനയും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളും അടക്കമുള്ള വിഷയങ്ങൾ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുമായി ഭാരവാഹികൾ ചർച്ച ചെയ്യും. AICC അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശാനുസരണമാണ് നിയുക്ത കെപിസിസി ഭാരവാഹികൾ ദില്ലിയിലെത്തുന്നത്. പ്രസിഡന്റ്, വർക്കിംഗ് പ്രസിഡന്റുമാർ എന്നിവർക്ക് പുറമെ പ്രചാരണ സമിതി അധ്യക്ഷൻ കെ മുരളീധരനോടും ഡൽഹിയിലെത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശനിയാഴ്ച രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയിൽ പുനഃസംഘടനയും തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും തന്നെയാവും പ്രധാന ചർച്ച. കെ സുധാകരന്റെ അതൃപ്തി മാറ്റി നിർത്തിയാൽ വലിയ പൊട്ടിത്തെറിയില്ലാതെ ഭാരവാഹികളെ നിശ്ചയിക്കാൻ കഴിഞ്ഞത് നേട്ടമാണ്. പ്രസിഡന്റ്, വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ ഒഴികെ മറ്റ് ഭാരവാഹികളെ പ്രഖ്യാപിക്കുക എന്നതാണ് ഇനിയുള്ള വെല്ലുവിളി. ജംബോ കമ്മിറ്റി ഒഴിവാക്കണമെന്ന നിർദ്ദേശം ശക്തമാണ്. നിർവാഹക സമിതി അംഗങ്ങളുടെ എണ്ണം കുറയ്ക്കുമെന്നും സൂചനയുണ്ട്. അതിനാൽ ഗ്രൂപ്പ് സമവാക്യം പാലിച്ച് പുനഃസംഘടന എളുപ്പമാവില്ല. ഗ്രൂപ്പുകളുടെ ആവശ്യങ്ങൾക്ക് പുറമെ സംസ്ഥാനത്തെ പ്രധാന നേതാക്കളും വേണ്ടപ്പെട്ടവരെ കമ്മിറ്റിയിൽ ഉൾക്കൊള്ളിക്കാൻ സമ്മർദ്ദം ചെലുത്തും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കോൺഗ്രസിനെ സജ്ജമാക്കുകയാണ് മുന്നിലുള്ള മറ്റൊരു ദൌത്യം. നേതാക്കളുടെ പൂർണ്ണ സഹകരണമുണ്ടെങ്കിലേ ബൂത്ത് തലത്തിൽ പാർട്ടിയെ ശക്തിപ്പെടുത്താനാകൂ. അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിൽ ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകണമെന്ന കർശന നിർദ്ദേശം രാഹുൽ ഗാന്ധി നൽകും. ന്യൂസ് 18 തിരുവനന്തപുരം.